മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിൽ CCTV ദൃശ്യങ്ങൾക്കായി RPFന് അപേക്ഷ നൽകി റെയിൽവേ പോലീസ്. സംഭവത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ദൃശ്യം നിർണായകം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ ദൃശ്യങ്ങൾ അങ്ങനെയെങ്കിൽ റെയിൽവേ പോലീസിന് എപ്പോൾ കിട്ടും അജീഷ്? എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നില്ല റെയിൽവേ പോലീസ്. നിലവിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുള്ളത്. RPFനാണ് ഈ അപേക്ഷ നൽകുന്നത്. RPFന്റെ ഉടമസ്ഥയിലാണ് ഈ CCTV ദൃശ്യങ്ങളുള്ളത്. അതിന് അപേക്ഷ പരിഗണിച്ച് അവർ ഇത് അന്വേഷിക്കുന്ന കേരള റെയിൽവേ പോലീസിന് അത് കൈമാറും. ഈ ദൃശ്യങ്ങളാണ് ഈ കേസിൽ നിർണായകമാകുന്നത്. നിലവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ മന്ത്രിയെ ഈ KC പ്രവർത്തകർ നേരിട്ട് കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇല്ല. പക്ഷേ മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന് അത് CPM പ്രവർത്തകരും മന്ത്രിയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ദൃശ്യങ്ങൾ ഈ സംഭവം നടക്കുന്നതിന്റെ നേരെ മുകൾ വശത്താണ് ഈ CCTV സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ സംഭവത്തിന്റെ കുറച്ചും കൂടി വ്യക്തമായ ദൃശ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാവുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് ശേഷമാകും ഇനി ഈ കേസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ് ആരോപിക്കുന്നത് KSU പ്രവർത്തകർ ആരും തന്നെ ഈ മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.